കണ്ണാടിയിലെ LDFിന്റെ പ്രചാരണ വേദിയിലാണ് വലിയൊരു കൂട്ടം ജനങ്ങൾ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് അവസാനം? ഇനിയിപ്പം ഇന്നോടെ കഴിയാണ്, നാളെ കുട്ടിക്കാലം. നമുക്ക് പൂർണ്ണമായും വിജയപ്രതീക്ഷയുണ്ട്. ജനങ്ങളെല്ലാം അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ വോട്ട് ചെയ്യും. അങ്ങനെ ചെയ്താൽ നമ്മളല്ലാതെ വേറെ ആരും ജയിക്കില്ല. എന്നും വിവാദങ്ങളാണല്ലോ പാലക്കാട്. ആ വിവാദങ്ങളൊക്കെ എങ്ങനെ വോട്ടാവും? ആ വിവാദങ്ങൾ പലപ്പോഴും ഉണ്ടാകുന്ന ഇതിനേക്കാളും വലിയ വിവാദം നേരിട്ട് നമ്മളെ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ 2001 തെരഞ്ഞെടുപ്പ് നിങ്ങൾ മറക്കരുത്. അന്നുള്ള വിവാദത്തിൻ്റെ ഒരംശം ഇപ്പോൾ ഇല്ല. അന്ന് എന്തൊക്കെയാണ് പറഞ്ഞ് ED വന്ന് KD വന്ന് പിടിച്ചുകൊണ്ട് വന്ന് കേസിൽ കുഴങ്ങി എന്നല്ലേ പറഞ്ഞത്. എന്നിട്ടും ജനങ്ങൾ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ വോട്ട് ചെയ്ത്. നമ്മുടെ രക്ഷ ഇടതുപക്ഷത്താണ്. അത് ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. ഈ സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനം എങ്ങനെയാണ്? അത് അതിപ്പോൾ ഓരോരുത്തർ എന്ത് പറയാനാ. ചിലപ്പം മോഹം എന്ന് പറയുന്നത് വളരെ വലുതല്ലേ. മനുഷ്യൻ മോഹത്തിൻ്റെ പുറകെ പോകാൻ തുടങ്ങിയാൽ അദ്ദേഹത്തിന് പിന്നെ തത്വമില്ല, രാഷ്ട്രീയമില്ല, ഒന്നുമില്ല. കോൺഗ്രസ് അദ്ദേഹത്തെ പോലെ ആളെ സ്വീകരിക്കുന്നു. ഇപ്പം K മുരളീധരൻ നേരത്തെ പറഞ്ഞു, TV-യിലൂടെയാണ് ഞാൻ അറിഞ്ഞത്, പലരും അറിഞ്ഞില്ല എന്ന് പറയുന്നു. K സുധാകരൻ ചില ആളുകൾ മാത്രമാണ് അറിഞ്ഞുള്ളൂ എന്ന് പറയുന്നു. എന്തായിരിക്കും? അല്ല, അതൊക്കെ എങ്ങനെ അവർ സ്വീകരിക്കുന്നുള്ളതല്ല. അവർക്കെല്ലാവർക്കും ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. എന്താ, ജയിച്ചാൽ മതി. അതിനേത് വഴിയും സ്വീകരിക്കാൻ അവർ ഒരുക്കാം. നമ്മളതിനില്ല. നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനം. അതുകൊണ്ട് ജയിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടിയാ. ഇടതുപക്ഷത്തിലേക്ക് വരികയായിരുന്നു, സ്വീകരിക്കായിരുന്നു? ഇല്ലില്ല, ഞങ്ങളത് നേരത്തെ പറഞ്ഞിരുന്നു. അങ്ങനെ വരുന്നവർക്ക് ഇങ്ങനെയൊരു വാതിൽ തുറന്നു കൊടുക്കാൻ നമ്മളില്ല. ഓരോരുത്തരും വരുമ്പം അതിനെക്കുറിച്ച് നമ്മൾ ശരിക്കും പരിശോധിക്കും, വന്നിട്ടേ ചെയ്യും.